ഇന്ന് എളുപ്പത്തിലുള്ളൊരു ലെമൺ റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നല്ല എളുപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: നല്ല ഇനം പച്ചരിയുടെ ചോറ്, 1 കപ്പ് പച്ചരി വേവിച്ച് ഊറ്റിയത്. അധികം വേവാതെ ഇങ്ങനെ വിട്ടിരിക്കണം. ഏതെങ്കിലും നല്ല ഇനം പച്ചരി, ബാസ്മതിയും വേണ്ട, കൈമ റൈസും ഒന്നും വേണ്ട. ഇത് സാധാരണ പച്ചരിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ആയിരിക്കണം. പിന്നെ ലെമൺ റൈസ് ആയതുകൊണ്ട് 2 നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഒരു 2 മണിക്കൂർ കുതിർത്ത കടലപ്പരിപ്പാണ് ഇത്. കുതിർക്കാതെ ഇടുകയാണെങ്കിൽ ഒരു കടുപ്പം തോന്നും. ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. റൈസിൻ്റെ കൂടെ നന്നായിട്ട് ചേരും കുതിർത്ത കടലപ്പരിപ്പ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുക, ഒരു 10 കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ലെണ്ണയിലാണ് നമ്മൾ ഇങ്ങനത്തെ ചോറൊക്കെ ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിച്ചിരിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, ഓരോരുടെ ഇഷ്ടം പോലെ. ഇതിലോട്ട് ആദ്യം ഈ ജീരകം ഇടാം. ആദ്യം ജീരകം ചേർത്തു. പിന്നെ കുരുമുളക് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. പിന്നെ പച്ചമുളക്, ജീരകവും പച്ചമുളകും കുരുമുളകും ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ ഈ കടലപ്പരിപ്പ് ചേർക്കാം. കുതിർത്ത കടലപ്പരിപ്പ് ഇതും പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടും. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. നല്ലെണ്ണ അതിന് നന്നായിട്ട് ചേരുന്നത്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ നല്ലെണ്ണ ഇങ്ങനത്തെ സാദത്തിനൊക്കെ ചേരുന്നത്. നാരങ്ങാ സാദം എന്നാണ് പറയുന്നത്. ഇപ്പം കടലപ്പരിപ്പ് ഒരുവിധം മൂത്തിട്ടുണ്ട്. കായപ്പൊടി, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ ചോറ് ഉപ്പ് ചേർത്ത് വേവിച്ച ചോറാണ് ഇത്. വേവിച്ച് ഊറ്റി വെച്ചിരിക്കുക. വേവിച്ചിട്ട് ഉപ്പ് ചേർത്ത് വേവിക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ പിടിക്കാൻ കുറച്ച് നല്ലത്. പിന്നെ ഇപ്പം തന്നെ നാരങ്ങ നീരും ചേർത്തേക്കാം. കുറച്ചുപ്പും കൂടെ വേണ്ടി വരും. ഇതെല്ലാം ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് മഞ്ഞ കളറാവും. മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും ഇപ്പം ഇതിലെല്ലാം ചേർത്തിരിക്കുക. കടലപ്പരിപ്പും ജീരകവും കുരുമുളകും പച്ചമുളകും മഞ്ഞപ്പൊടിയും ചോറും ചേർത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. ഒരു എല്ലാ സ്വാദും ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇത് ഓർഗാനിക് ഷുഗർ ആയതുകൊണ്ടാണ് ബ്രൗൺ കളറ്. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇത് വളരെ എളുപ്പമാണ് വയ്ക്കാൻ. ഇത് യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാനും നല്ലതാണ്, ചീത്തയാവാതിരിക്കും.
കൂടുതൽ പുളി വേണ്ടവർക്ക് കൂടുതൽ നാരങ്ങാനീര് ചേർക്കാം. ഇത് മല്ലിയില അവസാനം. ഇത്രയേ ഉള്ളൂ. ഇതായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ഇതിന് പുളി, ഈ ലെമൺ റൈസിന് പുളി ഉള്ളതുകൊണ്ട് മെഴുക്ക് വരട്ടി പോലത്തെ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഏത്തയ്ക്ക മെഴുക്ക് വരട്ടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊന്നും തൈര് വേണ്ടവർക്ക് തൈര്, ഇത്രയും മതി. ഒരു പിക്കിളോ എന്തെങ്കിലും, പിക്കിൾ തന്നെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇത് ലെമൺ റൈസ് ആയതുകൊണ്ട് പിന്നെ പിക്കിളിൻ്റെ ആവശ്യം തന്നെ ഇല്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം. ഈ കടലപ്പരിപ്പിന് പകരം പയറുപരിപ്പോ അല്ലെങ്കിൽ നിലക്കടല വറുത്തതോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാൻ. ഞാൻ സാധാരണ കടലപ്പരിപ്പാണ് ചേർക്കാറുള്ളത്. ഇഷ്ടം പോലെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ കുതിർത്ത് ചേർക്കാം. പയറുപരിപ്പോ കപ്പലണ്ടിയോ എന്തെങ്കിലും. അപ്പോൾ ആയി കഴിഞ്ഞു. ഈ ലെമൺ റൈസ് നല്ല എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഇതിൻ്റെ കൂടെ ഈ പപ്പടം കാച്ചിയതും ഒരു മെഴുക്ക് വരട്ടി, ഏതെങ്കിലും ഒരു മെഴുക്ക് വരട്ടി, ലെമൺ റൈസ്. ഇവിടെ പിക്കിളിൻ്റെ ഒന്നും ആവശ്യമില്ല. ലെമൺ റൈസ് ആയതുകൊണ്ട് പിക്കിളിൻ്റെ ആവശ്യം തന്നെ വരത്തില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം. ബൈ.